ലോകരാജ്യങ്ങൾ പുതിയ പുതിയ സഖ്യങ്ങളിലേക്ക് പോവുകയാണ്. അമേരിക്കയുടെ ചുങ്കത്തിൻ്റെ പേരിലുള്ള വടംവലികളാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് മറ്റ് രാജ്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കുക. ഇപ്പോൾ ഇന്ത്യ തന്നെ ഒരു പുതിയ സഖ്യത്തിലേക്ക് നീങ്ങുന്നു. ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, UAE. അതെ. അപ്പോൾ ഇത് എന്താ പുതിയൊരു സൗഹൃദ കൂട്ടായ്മയായിട്ടാണ് കാണാൻ കഴിയുക, ബ്രിക്സ് പോലെയൊക്കെ. ഇത് എന്താണ് ശരിക്കും, എന്തടിസ്ഥാനമാണ് ഈ പറയുന്ന കൂട്ടായ്മയുടെ പിന്നിലുള്ളത്? അതായത് ഈ പറയുന്ന രാജ്യങ്ങളെല്ലാമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട് ബന്ധമുണ്ട്, വാണിജ്യ ബന്ധവും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു കൂട്ടായ്മയായിട്ട് നമ്മൾ പറയുക RIC എന്ന് പറയുന്ന പോലെ, റഷ്യ, ഇന്ത്യ, ചൈന എന്ന് പറയുന്ന പോലെ ആ ഒരു ത്രിരാഷ്ട്ര സഖ്യം അവിടെ രൂപപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരുപക്ഷെ UAEയും ഇന്ത്യയും തമ്മിലുണ്ട്, ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുണ്ട്. പക്ഷേ ഇതിനിടയിൽ 3 പേരും കൂടി ഒരു ചങ്ങല പോലെ കോർത്തുകൊണ്ടുള്ള ഒരു സഖ്യം, അതാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സാങ്കേതികപരമായിട്ടുള്ള കഴിവുകൾ, അതിൻ്റെ വ്യാപ്തി, UAEയുടെ മൂലധന ലോജിസ്റ്റിക് കണക്ടിവിറ്റി ഉണ്ട്, ആഫ്രിക്കയുടെ ജനസംഖ്യാപരമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വിപണി, ആ വിപണിയിൽ ഈ രാജ്യങ്ങൾക്ക് എങ്ങനെ നേട്ടമുണ്ടാക്കാം എന്നുള്ളതാണ് ഈ ഒരു സഖ്യം രൂപീകരിക്കപ്പെടുന്നതിലൂടെ ഉണ്ടാകുന്ന പുതിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരമൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ പറയുന്ന വളരെയേറെ ഗ്രോത്ത് ഈ 3 രാജ്യങ്ങൾക്കും ഉണ്ടാകാവുന്ന തരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ, ആഫ്രിക്ക, UAE ഈ 3 രാജ്യങ്ങൾക്കുമുള്ള ഒരു സഹകരണം എന്ന് പറയുന്നത് പ്രതീക്ഷയോടെയാണ് നമ്മളും വളരെയധികം കാണുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സഹകരണത്തിനായിട്ട് ഇതിൻ്റെ ഒരു ത്രിരാഷ്ട്ര സഹകരണത്തിൻ്റെ തൂണുകൾ എന്ന് പറയാവുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതെങ്ങനെയാണ്? ഒന്നാമത്തേത് വ്യാവസായിക സാങ്കേതിക സഹകരണമാണ്. അതിൽ വ്യാവസായിക പങ്കാളിത്തവും സാങ്കേതിക സഹകരണ വികസനവും ഒക്കെയാണ് ഈ സഖ്യത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. ടെക് ഹബ്ബുകൾ ഉണ്ടാവും, സംരംഭക ആവാസ വ്യവസ്ഥകളൊക്കെ എന്നിവയൊക്കെ ബന്ധിപ്പിക്കുന്നതിലൂടെ ബിസിനസ്സിനെ കൂടുതൽ ബിസിനസ് ബന്ധങ്ങളുമായിട്ട് കൈകോർക്കുന്നതിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയൊക്കെ ഒരു വരുമാനം ഉണ്ടാവുക. അഗ്രി ടെക്, സപ്ലൈ ചെയിൻ, ലോജിസ്റ്റിക്, കോൾഡ് സ്റ്റോറേജ് സൊല്യൂഷനുകൾ എന്നിവ ഉൾപ്പെടെ മേഖലകളിലെ സിനർജികൾ അൺലോക്ക് ചെയ്യാനായിട്ട് ഈ ഒരു സഖ്യത്തിന് കഴിയുമെന്നാണ് പറയുന്നത്. EdTech, AI എന്നിവ പ്രാപ്തമാക്കിയിട്ടുള്ള പഠന നൈപുണ്യ വികസന മൊഡ്യൂളുകൾ അതിലുണ്ടാവും. പുനരുപയോഗിക്കാൻ പറ്റുന്ന ഊർജം, ന്യൂക്ലിയർ, SMR, ഗ്രീൻ ഹൈഡ്രജൻ, ബയോ എനർജി എന്നിവ ഉൾപ്പെടെയുള്ള ഹരിത ഊർജവും ക്ലീൻ സാങ്കേതിക വിദ്യയും മൊബൈൽ ബാങ്കിങ്, UPI, റുപേ സംയോജനം എന്നിവ ഉൾപ്പെടെ ഫിൻടെക്കും ഡിജിറ്റൽ ഫിനാൻസും ഇതുവഴി നടക്കും. ടൂറിസവും പൈതൃക വാണിജ്യവും ഇതിലൂടെ നടക്കും. ഡാറ്റാ സെന്ററുകളും റോബോട്ടിക്സ്, ബദൽ കെമിസ്ട്രി ബാറ്ററികൾ, നിർണായക മിനറൽ പ്രോസസ്സിംഗ്, സ്മാർട്ട് ഫാക്ടറികൾ എന്നിവ ഉൾപ്പെടെയുള്ള അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് കാര്യങ്ങൾ നടക്കും. ഇൻഡസ്ട്രി 4.0 എന്നിവ ഈ പങ്കാളിത്തത്തിലൂടെ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. സംയുക്തമായിട്ടുള്ള IP വികസനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കും. സാൻഡ് ബോക്സുകൾ ഉണ്ടാവും, ഓപ്പൺ ഇന്നോവേഷൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയെല്ലാം ഈ സാങ്കേതിക വിദ്യ വികസനം, പേറ്റന്റ് ഫയലിങ്ങുകൾ, ടെക് ദത്തെടുക്കലുകൾ എന്നിവയൊക്കെ വേഗത്തിലാക്കാനായിട്ട് ഇതുവഴി കഴിയുമെന്ന് പറയുന്നുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാരണമാണ്. മറ്റൊന്ന് നിക്ഷേപവും ധനസഹായ സഹകരണവും ഒക്കെയാണ്. അതിൽ പറയുന്നത് ഇതിൻ്റെ ഒരു വിജയം ഉറപ്പാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും സാമ്പത്തിക ഘടന എന്ന് പറയുന്നത് അടിത്തറ ശക്തമായിരിക്കണം. അപ്പോൾ ഇന്ത്യയുടെ ഗിഫ്റ്റ് സിറ്റി, UAEയുടെ DIFC വളർന്നു വരുന്ന ഒരു സാമ്പത്തിക കേന്ദ്രമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപക്ഷെ ലാഗോസ്, കിഗാലി അല്ലെങ്കിൽ നെയ്റോബി എന്നിവിടങ്ങളിലൊക്കെ ഒരു പരസ്പരം ബന്ധിപ്പിക്കപ്പെടുന്ന ഒരു കാര്യങ്ങൾ വരും. അങ്ങനെ 3 രാജ്യങ്ങൾക്കിടയിൽ വ്യാപാരവും നിക്ഷേപവും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മൂലധനം എന്ന് പറയുന്നത് ഒരു തടസ്സമില്ലാതെ മൂലധന പ്രവാഹം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. പ്രധാനവും തന്ത്രപരമായിട്ടുള്ള മേഖലകളിലൊക്കെ പ്രത്യേകിച്ച് MSMEകൾ, സ്റ്റാർട്ടപ്പ് ആക്സിലറേഷൻ ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ കോ ഫിനാൻസിങ് എന്നിവയ്ക്കൊക്കെ ആയിട്ട് മൂലധന വിന്യാസത്തിന് വേണ്ടിയിട്ട് ഒരു സംയുക്ത ഫണ്ട് സ്ഥാപിക്കാനായിട്ട് ഈ ഒരു 3 രാജ്യങ്ങളും തമ്മിൽ പൊരുത്തപ്പെട്ട് അത് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നടത്തി വരും.
മറ്റൊന്ന് രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ ഗവേഷണവും വികസനവും ഇന്നോവേഷൻ എന്നിവ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ഫണ്ട് ഇന്ത്യൻ സർക്കാർ അടുത്തിടെ ഇതിനു വേണ്ടിയിട്ട് ഒരു 1 ട്രില്യൺ രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് അടുത്ത തലമുറ സാങ്കേതിക ഗവേഷണത്തിന് വേണ്ടി ധനസഹായം നൽകുന്നതാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ UPI ഇൻഫ്രാസ്ട്രക്ചറോ റുപേ പേയ്മെന്റ് സേവന സംവിധാനം എന്നിവയിലൂടെയൊക്കെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇന്ത്യ, UAE, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ ദേശീയ പേയ്മെന്റ് സിസ്റ്റങ്ങളെല്ലാം അതിർത്തി കടന്നിട്ടുള്ള പേയ്മെന്റുകൾക്ക് സജ്ജമാകും. അതായത് നമ്മുടെ ഇതേ പേയ്മെന്റ് വെച്ചിട്ട് എവിടെയും പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. മറ്റൊന്ന് ഗവേഷണം, തൊഴിലധിഷ്ഠിതമായിട്ടുള്ള അക്കാദമിക് പഠന പങ്കാളിത്തങ്ങളൊക്കെയാണ്. അതിൽ ഈ പറയുന്ന തൊഴിൽ വിപണിയിൽ സ്ഥാപനപരമായിട്ടുള്ള ശേഷികളും വ്യക്തിഗതമായിട്ടുള്ള കഴിവുകളും ഒക്കെ നവീകരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും. ഇതിന്റെ ഭാഗമായിട്ട് ഗവേഷണ സഹകരണങ്ങൾ നടത്തും, പരസ്പര പഠന ശ്രമങ്ങൾ നടത്തും ഓരോ വിഷയത്തിലും. മാത്രമല്ല അക്കാദമിക് തൊഴിലധിഷ്ഠിത കേന്ദ്രങ്ങൾ തമ്മിലുള്ള ഫെലോഷിപ്പുകൾ കൈമാറ്റം ചെയ്യാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. ഇവയെല്ലാം തന്നെ തൊഴിൽ ശക്തിയുടെയും അക്കാദമിക നിലവാരവുമൊക്കെ ഉയരാനുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ വർഷം അവസാനം ഇന്ത്യ ബ്രിക്സ് പ്രസിഡൻസിക്ക് കൂടി ആതിഥേയത്വം വഹിക്കുകയാണ്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കൊപ്പം തന്നെ പുതിയ അംഗങ്ങളായിട്ടുള്ള UAE, ഈജിപ്റ്റ്, എത്യോപ്യ എന്നിവ കൂടി ഇതിലേക്ക് ചേരുന്നുണ്ട്. ലോകം പല തരത്തിലുള്ള വിഭവങ്ങൾക്കായിട്ട് പരക്കം പായുന്ന ഒരു സാഹചര്യവും എന്താ പറയുക, ഒരു ഇടപാട് പങ്കാളിത്തങ്ങളൊക്കെ പലരുമായിട്ട് പങ്കാളിത്തം പങ്കിടുന്ന ഒരു സാഹചര്യം ചെയ്യുന്ന സമയത്ത് ഇന്ത്യയും ആഫ്രിക്കയും UAEയും ഈ 3 രാജ്യങ്ങളും പ്രായോഗികമായിട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങലിലേക്ക് പോകുന്നത് ഈ 3 രാജ്യങ്ങളുടെയും കൈകളിൽ എന്താണോ ഉള്ളത് ആ മികവുറ്റ കാര്യങ്ങൾ പരസ്പരം കൈമാറുന്നതിലൂടെ പുതിയൊരു വിപണി, പുതിയൊരു സാധ്യതകൾ തുറന്നിടുകയും ചെയ്യുന്നുണ്ട്. സാമ്പത്തിക നേട്ടങ്ങളൊക്കെ തുല്യമായിട്ട് പങ്കിടും എന്നുകൂടി അവർ ഉറപ്പാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. 2023 ഇന്ത്യയുടെ G20 ആഫ്രിക്കൻ യൂണിയനെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം അവസാനം ഇന്ത്യ ബ്രിക്സിനും ആതിഥേയത്വം വഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്കൊപ്പം പുതിയ അംഗങ്ങളായിട്ടുള്ള UAE, ഈജിപ്റ്റ്, എത്യോപ്യ കൂടി ഇതിൽ ചേരുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യയും ആഫ്രിക്കയും തമ്മിൽ ദീർഘകാലമായിട്ടുള്ള ഒരു സാംസ്കാരികപരവും ചരിത്രപരമായിട്ടുള്ള ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഉപഭൂഖണ്ഡവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ വ്യാപാര പങ്കാളിത്തമൊക്കെ ഒരു കാര്യമാണ്. ഇന്ത്യയുടെ ആഗോള കയറ്റുമതിയുടെ 6%, ഇറക്കുമതിയുടെ 5.6% ആഫ്രിക്കൻ രാജ്യങ്ങളാണ് എന്നാണ് പറയുന്നത്. അതേസമയം ആഫ്രിക്കയുടെ കയറ്റുമതിയുടെ 9.6%, ഇറക്കുമതിയുടെ 7.8% ഇന്ത്യയാണ്. ഈ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള സന്നദ്ധതയൊക്കെ എന്താ പറയുക, വലിയ രീതിയിൽ ആ ഒരു സന്നദ്ധതയും വമ്പിച്ച സാമ്പത്തിക സാധ്യതയുമൊക്കെ എന്താ പറയുക അതിൽ ഉണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇന്ത്യയുടെ മാതൃകാപരമായിട്ടുള്ള ഡിജിറ്റൽ സ്റ്റാക്ക്, വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു പറ്റം പ്രതിഭകൾ, അവരുടെ ഒരു ശേഖരം, ആഫ്രിക്കയുമായിട്ട് പങ്കിട്ട വികസന ധാർമ്മികത എന്നിവയൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്താനായിട്ട് ഇതിലൂടെ സാധിക്കും. ആഫ്രിക്കയും വലിയ രീതിയിൽ ജനസംഖ്യാപരമായിട്ട് ഒരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. 2050 ആകുമ്പോഴേക്കും അവിടുത്തെ 60% ആളുകളും ജോലി ചെയ്യുന്ന പ്രായത്തിലേക്ക് ഉള്ളവരായിരിക്കുമെന്നാണ് പറയുന്നത്. ഇതിന് വിപരീതമായിട്ട് ഇന്ത്യയുടെ നിലവിലെ ജനസംഖ്യാ ലാഭവിഹിതം എന്ന് പറയുന്നത് 2041 ഉയരുമെന്ന് 2018-19 സാമ്പത്തിക സർവേ ഓഫ് ഇന്ത്യ അത് പറയുന്നുണ്ട്. അപ്പോൾ RIC പോലുള്ള പുതിയൊരു ഒരു സഖ്യം വരുന്നതിനെ എല്ലാവരും വളരെ പ്രാധാന്യത്തോടെ നോക്കുന്നത് പോലെ തന്നെയാണ് ഇന്ത്യയും ആഫ്രിക്കയും UAEയും ചേർന്നുകൊണ്ടുള്ള പുതിയൊരു സഖ്യം വരുന്നതിനെ നോക്കിക്കാണുന്നത്. അത് പ്രതീക്ഷാവഹമായിരിക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. കാരണം ഒരു ലാഭമില്ലാത്തൊരു കച്ചവടത്തിന് എന്തായാലും ഇപ്പോൾ ഇന്ത്യ പോകാനുള്ള സാധ്യതയും കുറവ് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.